ശ്രീധരൻ, ഈ സമയം തന്നെ ഇവിടെ ഈ അനിശ്ചിതത്വം തുടരുമ്പോൾ തന്നെ കരസേനയുടെയും മറ്റ് SDRFിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അവിടെ തെരച്ചിൽ പുരോഗമിക്കുക തന്നെയല്ലേ? ഇപ്പോൾ പുഴയിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ കുത്തൊഴുക്ക് പുഴയിൽ അനുഭവപ്പെടുന്നുണ്ട്. അടിയൊഴുക്കും ശക്തമാണ്. അതുകൊണ്ട് തന്നെ പുഴയിൽ വിദഗ്ധരുടെ പരിശോധനയ്ക്ക് പലപ്പോൾ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഏതായാലും അതുകൊണ്ട് തന്നെ അത്രയും ആഴത്തിലേക്ക് മണ്ണ് അതിൽ കൂടുതൽ മുകളിലേക്ക് താഴത്തിലേക്ക് അടിഞ്ഞ് കൂടിയിട്ടുമുണ്ട്. ഏതായാലും വലിയ തോതിൽ മണ്ണ് അടിഞ്ഞു കൂടിയാണ് മൺകട്ടകൾ അവിടെ മൺകൂനകൾ അവിടെ രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ മണ്ണിനടിയിൽ ലോറി ഉണ്ട് എന്നുള്ള ഒരു സിഗ്നലാണ് നിലവിൽ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സിഗ്നലാണ് ലഭിച്ചത്. പക്ഷേ ഈ മണ്ണിനൊപ്പം തന്നെ ഈ പാറക്കഷ്ണങ്ങളും മറ്റും അവിടേക്ക് അടിഞ്ഞിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ പാറകൾ ലോഹ സാന്നിധ്യം കൂടിയ പാറകൾ അതിനാൽ ചിലപ്പോൾ അതിനായിരിക്കാം ഈ റഡാർ സെൻസർ ചെയ്തത് എന്നുള്ള ഒരു കാര്യം, ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഇന്നലെ മണ്ണിൽ, അതായത് കരയിൽ നടത്തിയ പരിശോധനയിൽ മൂന്നിടത്ത് സിഗ്നൽ ലഭിച്ചിരുന്നു. അതിലൊന്ന് മൊബൈൽ സിഗ്നൽ ലഭിച്ച ഭാഗത്തായിരുന്നു. ആ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പോലും ഈ അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ലീഡ് ലഭിച്ചിരുന്നില്ല. ഏതായാലും ഇന്ന് ആ വശങ്ങളിലെ, അതായത് പുഴയോരത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ ഇന്നും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഫോക്കസ് എന്നുള്ളത് ഇന്ന് പുഴയിലാണ്. പുഴയിലെ പരിശോധനകൾ രാവിലെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ കനത്ത മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തിരച്ചിലിന് ഉണ്ടാക്കുന്നുമുണ്ട്.